ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ വിധിയെഴുതി ജനങ്ങൾ. ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം പോളിംഗ് 64% കടന്നു. 18 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ്. 314 സ്ഥാനാർത്ഥികളാണ് ഒന്നാം ഘട്ടത്തിൽ ജനവിധി തേടിയത്. രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ഈ മാസം 11 നടക്കും. ഈ മാസം 14 വോട്ടെണ്ണൽ. രണ്ടാം ഘട്ട ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ബഗൽപൂർ, അരാരിയ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷങ്ങൾക്കൊരുങ്ങി രാജ്യം. ഒരു വർഷം നീളുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അടുത്ത വർഷം നവംബർ 7 വരെ നീണ്ടുനിൽക്കുന്ന രാജ്യവ്യാപകമായ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനമാണ് നാളെ നടക്കുന്നത്. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷിക ചരിത്രത്തെക്കുറിച്ചുള്ള ക്യൂറേറ്റഡ് എക്സിബിഷൻ, ഹ്രസ്വ ഡോക്യുമെന്ററി പ്രദർശനം, സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കൽ എന്നിവയും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അങ്കോള ബൊറ്റ്സ്വാന സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. സന്ദർശന വേളയിൽ അങ്കോള പ്രസിഡന്റുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 11 അങ്കോളയുടെ 50-ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷത്തിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വാരാണസി സന്ദർശിക്കും. എറണാകുളം ബംഗളൂരു റൂട്ട് ഉൾപ്പെടെയുള്ള 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. എറണാകുളം ബംഗളൂരു കൂടാതെ ബനാറസ്, ബജുരാഹോ, ലക്നൌ, സഹരൻപൂർ, ഫിറോസ്പൂർ, ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുക. എറണാകുളത്ത് നിന്നും ബംഗളൂരു വരെയുള്ള യാത്ര സമയം 2 മണിക്കൂറിലധികമാണ് കുറയുക. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് യാത്ര പൂർത്തിയാക്കും. 2 ദിവസത്തെ സന്ദർശനത്തിന് കുവൈറ്റിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ കുവൈത്ത് ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ വിലയിരുത്തുന്നതിനായി ഒരു പ്രതിനിധി സംഘം കേരളം സന്ദർശിക്കുമെന്ന് കുവൈത്ത് ഉപപ്രധാനമന്ത്രി മുഖ്യമന്ത്രി അറിയിച്ചു. നാളെ വൈകിട്ട് മൻസൂരിയയിൽ നടക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി കുവൈത്തിലെ മലയാളികളെ അഭിസംബോധന ചെയ്യും. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ ക്യാമ്പയിൻ അഭിമാനകരമായ നേട്ടമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒരു തൈ നടാം ജനകീയ ക്യാമ്പയിനിലൂടെ 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചതിന്റെ പ്രഖ്യാപനം മന്ത്രി തൃശൂരിൽ നിർവഹിച്ചു. നിയമസഹായ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ദ്വിദിന ദേശീയ സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി തയ്യാറാക്കിയ കമ്മ്യൂണിറ്റി മീഡിയേഷൻ പരിശീലന മൊഡ്യൂളിന്റെ ഉദ്ഘാടനവും നിർവഹിക്കും. ഓസ്ട്രേലിയക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 48 റൺ ജയം. ഇന്ത്യ ഉയർത്തിയ 168 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഓസീസിന് 18.2 ഓവറിൽ 119 റൺസ് എടുക്കുന്നതിനെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇതോടെ 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. പരമ്പരയിലെ ഫൈനൽ മത്സരം ശനിയാഴ്ച ബ്രിസ്ബെയിനിൽ നടക്കും. തദ്ദേശ ഭരണ സംവിധാന രംഗത്തേക്ക് കൂടുതൽ പ്രൊഫഷണലുകൾ കടന്നു വരണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആകാശവാണി തിരുവനന്തപുരം വാർത്താ വിഭാഗം മാധ്യമപ്രവർത്തകർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മീഡിയ ഹാൻഡ്ബുക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പ്രകാശനം ചെയ്തു. വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായി പരിപാടികൾ സംഘടിപ്പിക്കും. വിവിധ യുവജന സാംസ്കാരിക സംഘടനകളുടെയും സ്കൂളുകളുടെയും BJPയുടെയും ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ നടക്കുമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റും വന്ദേ മാതരം @150യുടെ കൺവീനറുമായ ആർ ശ്രീലേഖ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ സമഗ്ര സ്ട്രോക്ക് സെന്ററുകൾക്ക് 18.87 കോടി രൂപയുടെ ഭരണാനുമതി. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, എറണാകുളം, കണ്ണൂർ എന്നീ മെഡിക്കൽ കോളേജുകളിലാണ് സ്ട്രോക്ക് സെന്ററുകൾ വിപുലീകരിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. എല്ലാ ജില്ലകളിലും പക്ഷാഘാത ചികിത്സ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ കാഴ്ച പരിമിതർക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന കാഴ്ച പദ്ധതിയിലേക്കും കേൾവി പരിമിതർക്ക് സ്മാർട്ട് ഫോൺ നൽകുന്ന ശ്രവൺ പദ്ധതിയിലേക്കും അപേക്ഷ ക്ഷണിച്ചു. ഗൂഗിൾ ഫോം വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ഡിസംബർ 10 വൈകിട്ട് 5 മണിക്കകം അപേക്ഷിക്കാം.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.